സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാവിലെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായ ഒരു കാര്യമാണല്ലോ ഇവിടെ നാം വായിച്ചത്. എല്ലാവർക്കും ആശ്വാസം ആവശ്യമാണ്. ഈ ആധുനിക കാലത്ത് ആശ്വാസം ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നാം ആശ്വാസമില്ലാത്തവരായി തീരുന്നതിന് പലവിധ കാരണങ്ങളുണ്ട്. ഒരു പക്ഷേ രോഗമായിരിക്കാം, മറ്റെന്തെങ്കിലും ക്ഷീണമായിരിക്കാം, മാനസികമായ പ്രയാസങ്ങളായിരിക്കാം, നാം നേരിടുന്നതായ പലവിധ ജീവിത വെല്ലുവിളികളായിരിക്കാം. അങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ആശ്വാസം നഷ്ടപ്പെടുന്ന സ്ഥിതി സംജാതമാകാറുണ്ട്. ദാവീദ് രാജാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം 69-ാം സങ്കീർത്തനം 20-21 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. ഇവിടെ മറ്റുള്ളവരുടെ നിന്ന തൻ്റെ ഹൃദയത്തെ വല്ലാതെ തകർക്കുമ്പോൾ ഏറ്റവും വലിയ വിഷാദം തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ സമയത്ത് ദാവീദ് രാജാവ് പറയുകയാണ്, ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല. അങ്ങനെ ആശ്വാസം ആഗ്രഹിക്കുന്നതായ ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. വിവിധങ്ങളായ പ്രയാസങ്ങൾ നിമിത്തം നിന്ന സഹിക്കുന്നവരായിട്ട്, രോഗം സഹിക്കുന്നവരായിട്ട്, ക്ഷീണം അനുഭവിക്കുന്നവരായിട്ട് ആശ്വാസം ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. കർത്താവ് എടുത്തു പറയുന്നതായ കാര്യം രണ്ട് കൂട്ടരെ സംബന്ധിച്ചുള്ളതാണ്. ഒന്ന് അധ്വാനിക്കുന്നവർ, രണ്ടാമത്തേത് ഭാരം ചുമക്കുന്നവർ. നമുക്കറിയാം, നാം എല്ലാവരും ഒരുപോലെ അധ്വാനിക്കുന്നവരാണ്. വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണം സമ്പാദിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും. അങ്ങനെ അത്യധ്വാനം ചെയ്യുന്നവരുണ്ട്, വിവിധ നിലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. പകലന്തിയോളം വെയിലേറ്റ് വല്ലാതെ വിയർപ്പൊഴുക്കി അത്യധ്വാനം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അതേപോലെ തന്നെ ബുദ്ധി ഉപയോഗിച്ചും അറിവ് ഉപയോഗിച്ചും മറ്റ് കഴിവുകൾ ഉപയോഗിച്ചും അത്യധ്വാനം ചെയ്യുന്ന ധാരാളം ആളുകളുമുണ്ട്. എന്തായിരുന്നാലും ഫലത്തിൽ ഈ അധ്വാനിക്കുന്നവരൊക്കെ ആശ്വാസം ആഗ്രഹിക്കുന്നവരാണ്. പലപ്പോഴും നാം അത്യധ്വാനം ചെയ്തിട്ടും നാം ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സാധ്യമാകാതെ വരുമ്പോൾ നാം നിരാശരായിത്തീരാം. പത്രോസ് കർത്താവിനോട് പറഞ്ഞതുപോലെ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. നിരാശാബാധിതരായി തീർന്ന അവരുടെ കരങ്ങൾ ശൂന്യമായിരുന്നു. അവർക്ക് സഹായം നൽകി അവരെ ആശ്വസിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെയാണ് കർത്താവ് അവരുടെ പടകിനെ നിറച്ചത് എന്ന് കാണുവാൻ സാധിക്കും. ഇതേപോലെ തന്നെയാണ് ഭാരം ചുമക്കുന്നവരും. ജീവിത ഭാര ചുമട് എന്ന് പറയുന്നത് ലഘുവായിട്ടുള്ളതല്ല, ഒരു വലിയ ഭാരം തന്നെയാണത്. ആ ചുമട് ചുമക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും ക്ഷീണവും പ്രയാസവും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. രാജഭരണകാലത്ത് വാഹനങ്ങളില്ലാതിരുന്നപ്പോൾ ആളുകൾ തലച്ചുമടായിട്ടാണ് സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ദീർഘസമയം ഈ വലിയ ഭാരം ചുമന്നു കൊണ്ടുപോകുമ്പോൾ അതൊന്ന് ഇറക്കി വെച്ച് ആശ്വസിക്കുന്നതിന് വേണ്ടി അവിടങ്ങളിലായി ചുമട് താങ്ങികളുണ്ടായിരുന്നു. അതൊരു വലിയ ആശ്വാസമായിരുന്നു. കർത്താവ് പറയുകയാണ്, നിങ്ങൾ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ആവശ്യമാണ്. നിങ്ങൾ തളരുന്നു, ക്ഷീണിക്കുന്നു, നിങ്ങൾ പ്രയാസപ്പെടുന്നു, നിങ്ങളുടെ മനോധൈര്യം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആരെയാണ് കർത്താവ് ആശ്വസിപ്പിക്കുന്നത്? കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നവരെയാണ് കർത്താവ് ആശ്വസിപ്പിക്കുന്നത്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല.
യേശു കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടുന്ന് സർവ്വലോകത്തിൻ്റെയും പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അങ്ങനെയാണ് യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചത്. ആ കർത്താവായ യേശുക്രിസ്തു സർവ്വലോകത്തിൻ്റെയും പാപം ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാടായി ഈ താണലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു. അവിടുത്തെ പരിപാവനമായ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ സാധിക്കും. അവരെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു. അവർ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിത്തീരുന്നു. ആ ഒരു അനുഭവം നിങ്ങൾക്കും വിശ്വാസത്താൽ ലഭിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അരികിലേക്ക് വരുന്നവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് അവിടുന്ന് ആകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ജീവനദിയായി ഒഴുകുന്ന സ്നേഹം അനുദിനം നുകരുവാൻ കേൾക്കൂ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു മാത്രം മതി. യേശു മാത്രം